ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 280 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. നെയ്യോ ബട്ടറോ കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്. ഇത് രണ്ടുമില്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി അരിപ്പൊടിയും വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയും വെള്ളവുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് പൊടിയിട്ടിട്ട് നമ്മളൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം കുഴച്ചെടുക്കില്ല. ആ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ പൊടിയും വെള്ളമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് കുഴച്ച് ബുദ്ധിമുട്ടാതെ തന്നെ മാവൊന്ന് റെഡിയായി കിട്ടും. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താലേ ഇങ്ങനെ റെഡിയായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ സ്പീഡിൽ അടിച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത്. അപ്പോൾ കട്ടിയായി പോവും. നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി സെയിം പാൻ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ച് 1 സ്പൂൺ അളവിലെടുത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ബാക്കി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 സ്പൂണും കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇത്രയും വെന്ത് കിട്ടിയാലേ നമ്മുടെ മസാല നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുള്ളൂ. ഇത്രയും വെന്താൽ മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് റെഡിയാക്കി എടുക്കണം. കയ്യിൽ ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു അളവിലൊന്ന് വലുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ മാവും ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കയ്യിൽ ഒരു മാവ് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു കുഴിയാക്കി എടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടിൽ നിന്നും കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു 2 സ്പൂണോളം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലിങ്സ് ഒന്ന് ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ മാവ് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ആ മസാല പുറത്തോട്ട് ആവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. നന്നായിട്ട് അമർത്തിയെടുക്കേണ്ട. ഇതുപോലെ ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി. കറക്റ്റ് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത്രയും കട്ടിയിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവത്തിൽ കിട്ടുള്ളൂ. ഇതിൻ്റെ 2 ഭാഗവും വെന്ത് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സൈഡ് ഭാഗവും വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പാച്ച് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നമ്മൾ എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കൂടെ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം.
ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും 2-3 തവണ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം വേവിച്ചെടുക്കണം. ഇതുപോലെ വേവിച്ചെടുത്തതെല്ലാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉള്ളിയുടെ മസാല മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നാലും തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇതുപോലെ ഉള്ളി മാത്രമോ അല്ലെങ്കിൽ മുട്ടയോ അതും അല്ലെങ്കിൽ ഇറച്ചിയോ ഒക്കെ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന പുതിയ വീഡിയോസ് ഉടനടി കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.